അടുത്ത റിപ്പോർട്ടിലേക്ക്. തൃശൂർ എടമുട്ടത്ത് കത്തിക്കുത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി അഖിലിനാണ് കുത്തേറ്റത്. പ്രതി ആശാനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ പോയത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ്? ഇങ്ങനെയൊരു കത്തിക്കുത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് സൂരജ്? ഇന്ന് രാവിലെ 11:30 ഈ കത്തിക്കുത്തുണ്ടാകുന്നത്. എടമുട്ടത്ത് കഴിമ്പ്രം സ്ഥലത്ത് വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്നതും പിന്നീട് അത് ഈ കത്തിക്കുത്തിൽ കലാശിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. നിരവധി തവണ ഈ ആശാനിധി ഈ പരിക്കേറ്റയാൾ അഖിലിനെ നിരവധി തവണ കുത്തുകയായിരുന്നു. ഇത് കണ്ട നാട്ടുകാരാണ് ഇടപെട്ടുകൊണ്ട് ഈ ആശാനിധി അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. ഈ നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പരിക്ക് ഉൾപ്പെടെ ഉയർന്നേനെ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പരിക്കേറ്റയാളെ പിന്നീട് ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിയായ ആശാനിധി പിന്നീട് സ്വമേധയാ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ ആശാനിധിക്ക് ചെറിയ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇരുവരും ഈ സമയം ആക്രമണം നടക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു. ഈ മദ്യലഹരിയിൽ കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. സുരജി, കുടുംബ വഴക്ക് എന്നതിനെ കൂടുതലായി പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് ഈ ഒരു പകയ്ക്ക് കാരണമെന്നത് സംബന്ധിച്ച്? ഈ കുത്തേറ്റയാളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് സൂരജ്? അഖിലും ആശാനിധിയും തമ്മിൽ ഈ കുടുംബപരമായ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ ഇന്ന് ഈ എടമുട്ടം സൊസൈറ്റിക്ക് സമീപത്ത് വെച്ച് കണ്ടുമുട്ടുന്നതും ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും. ആ സമയത്ത് ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ മദ്യലഹരിയിൽ ഇരുവരും ഈ കുടുംബ പ്രശ്നത്തെ തുടർന്ന് തർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് ഈ ആശാനിധി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ചാണ് അഖിലിനെ കുത്തിയത്. അത് പലതവണ കുത്തേറ്റ് അഖിൽ താഴെ വീണ് കിടക്കുമ്പോഴും വീണ്ടും ആക്രമിക്കാൻ ആശാനിധി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നാട്ടുകാരാണ് ഇത് ആദ്യഘട്ടത്തിൽ കാണുന്നത്. അവർ കണ്ട് അടുത്തേക്ക് വരാൻ ഇവർക്കും ഒരു ഭയമായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ കത്തിയുള്ള ആളാണ് ഈ തടയാൻ ചെന്ന് കഴിഞ്ഞാൽ ഉപദ്രവിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് ഈ പരിക്കേറ്റ അഖിലിനെ അടക്കം ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.